ഏറ്റുമാനൂരിൽ പെൺമക്കളെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനി കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ ഭർത്താവിന്റെ പീഡനം നേരിടുകയായിരുന്നുവെന്ന് പിതാവ് കുര്യാക്കോസ്. പീഡന വിവരം പലപ്പോഴും ഷൈനി വീട്ടിൽ അറിയിച്ചിരുന്നു. 9 മാസങ്ങൾക്ക് മുൻപ് വീട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. അന്നാണ് ഷൈനിയെ തിരികെ കൂട്ടിക്കൊണ്ടുവന്നത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കുര്യാക്കോസ് പ്രതികരിച്ചു. അഞ്ജന അനിൽകുമാറിന്റെ വിവരങ്ങളുമായി. അഞ്ജന, ഷൈനി 2 പെൺമക്കളുമായി ആത്മഹത്യ ചെയ്തതിന്റെ തലേ ദിവസം ഭർത്താവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കുട്ടികളുടെ ചെലവിനുള്ള പണം പോലും നൽകില്ല എന്നതും വിവാഹമോചനം നൽകില്ല എന്നുള്ള വാചകങ്ങളുമാണ് അയാളിൽ നിന്ന് ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇപ്പോൾ പിതാവിന്റെ പ്രതികരണം എങ്ങനെയാണ്? സ്മൃതി, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഷൈനിയുടെ പിതാവ് പങ്കുവെക്കുന്നത്. ഈ ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേന്ന് ഭർത്താവ് നോബി ഷൈനിയെ വിളിച്ചിരുന്നു. അന്ന് പറഞ്ഞിരുന്ന വാക്കുകളാണ് ഷൈനിയെ വേദനിപ്പിച്ചത്. ഇതാണ് ആത്മഹത്യക്കുള്ള കാരണം എന്നതാണ് പോലീസിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഭർത്താവ് നോബിയുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത്. നീ പോയി ചാകൂ എന്നാണ് അന്ന് രാത്രി നോബി ഷൈനിയോട് പറഞ്ഞത്. ഇത് കൂടാതെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഏറെ നാളായി ലെറ്റർ പോലും കൈപ്പറ്റാതിരിക്കുകയായിരുന്നു നോബി. ഹാജരാകാൻ പറയുമ്പോൾ ഒന്നും തന്നെ കോടതിയിൽ ഹാജരായിരുന്നുമില്ല. അവസാനമായി ഹാജരാകേണ്ടത് ഫെബ്രുവരി 17-നായിരുന്നു. അന്ന് നാട്ടിലുണ്ടായിട്ടും നോബി വന്നില്ല എന്ന് സുഹൃത്തിനോടടക്കം ഷൈനി സൂചിപ്പിക്കുന്നതും നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് പറയുന്നത് 9 മാസത്തോളമായി തന്റെ വീട്ടിലാണ് ഷൈനിയുള്ളത്. പാറോലിക്കലിലുള്ള വീട്ടിലാണ് 2 പെൺമക്കളുമായി താമസം. ഒരു രാത്രി തന്നെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് പിതാവിനെ ഷൈനി വിളിച്ച് വിവരം പറയുകയായിരുന്നു. അന്ന് രാത്രി തന്നെ പിതാവ് കുര്യാക്കോസ് അവിടെ എത്തി. കൂട്ടത്തിൽ ഒരു കുട്ടിയുമായി ഇങ്ങോട്ടേക്ക് പോരുകയായിരുന്നു. അതിനുശേഷമാണ് മറ്റേ പെൺകുട്ടിയെ കൂടി നാട്ടിലേക്ക് കൊണ്ടുവന്നത്. അന്ന് തന്നെ തൊടുപുഴ വനിതാ സെല്ലിൽ പരാതി നൽകി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും എല്ലാം തന്നെ നടന്നതാണ്. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ താൻ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകുന്നുണ്ട് എന്നാണ് ഷൈനി ബന്ധുക്കളോടടക്കം വെളിപ്പെടുത്തിയത്. ഇതിൽ പ്രധാനമായും പറയേണ്ടത് ഇത്രയേറെ മർദ്ദിക്കുകയെല്ലാം തന്നെ ചെയ്തിട്ടും എത്ര പരാതികൾ കൊടുത്തിട്ടും ഒരു അന്വേഷണം കൃത്യമായി നടന്നില്ല എന്ന സങ്കടവും ഷൈനിയുടെ അച്ഛൻ പറയുന്നുണ്ട്. ഡിവോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും ഇതുകൂടാതെ സ്ത്രീധനമടക്കം ഷൈനിക്ക് നൽകിയിരുന്നു. ഇതെല്ലാം തന്നെ തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് കേസ് നൽകിയത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഒരു രീതിയിലുള്ള പുരോഗതിയും ഉണ്ടായില്ല. സുഹൃത്തിനോടും ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു തീരുമാനവും ആകാതെ തന്റെ കേസ് മുന്നോട്ട് പോവുകയാണ് എന്ന സങ്കടമാണ് ഷൈനി സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതുകൂടാതെ ഈ ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേന്ന് വന്ന കോൾ ഷൈനിയെ ഏറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഈ കോൾ ഏറെ മാനസിക സമ്മർദ്ദത്തിലാക്കിയിട്ടുമുണ്ട് എന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. സ്മൃതി. ശരി, അഞ്ജന അനിൽകുമാറാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.